ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ്. നമുക്കിന്ന് കാരമലൈസ്ഡ് സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരട്ടെ. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 1 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ സേമിയ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് സേമിയ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൽ നിന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് അധികം ഡാർക്ക് കളർ ആകേണ്ട, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് മതി. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടൻസ്ഡായ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം തിളച്ച് വന്നതിൽ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ഇളക്കി കൊടുക്കാം. പാലിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചൗരി ഞാൻ അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പം നമുക്കതിൻ്റെ മധുരം നോക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഏലക്കയും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാരമലൈസ്ഡ് പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. എളുപ്പത്തിൽ നമുക്ക് പായസം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. Wow, it's so tasty. Like ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.